ഹായ് ഹലോ, ബ്രോസ്റ്റ് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. കൊറോണ ഉള്ള ആ ടൈമിലാണ് കേട്ടോ ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പം ഉണ്ടാക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ചെറുള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച് പേസ്റ്റാക്കിയ ചെറുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. അധികം വേണ്ട, എരിവിങ്ങനെ കുത്തി നിൽക്കുന്ന ആ ടൈപ്പ് വേണ്ടല്ലോ, ബ്രോസ്റ്റ് അല്ലേ. കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ വെള്ളം ഒന്നും മിക്സ് ചെയ്യാനായിട്ട് ചേർക്കുന്നില്ല. ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം കൂടെ ചേർത്താൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഓട്സിലോട്ട് ഈ ചിക്കൻ പീസിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഓട്സിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ ഒന്നിച്ച് ഓട്സ് ആവുന്ന വിധത്തിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതാച്ചാൽ എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തേക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലപോലെ തീ ഫുള്ളിലാക്കി വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവരുതല്ലോ, എന്നാൽ വേവും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചിക്കനൊക്കെ വേവിച്ചെടുത്തത്. ഏതായാലും കല്ലുമോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ബ്രോസ്റ്റ് എന്ന് പറയും. വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിക്കുകയുള്ളൂ. എങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഇപ്പോൾ ബ്രോസ്റ്റാണ്. എന്താ വേണ്ടത് ചോദിച്ചാൽ ബ്രോസ്റ്റ് എന്ന് അവൾ ആദ്യം പറയുക. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ ഉണ്ടാക്കിയ ഓയിൽ തന്നെയല്ലേ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഇനി അത്ര ടേസ്റ്റ് വരുമോ ഇല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടുകൂടി സോസിൽ മുക്കി കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയുള്ളൂ.